തൃപ്പൂണിത്തുറയ്ക്കടുത്ത് പുതിയകാവ് ക്ഷേത്രത്തിൻ്റെ അവിടെ നിന്ന് 1 കിലോമീറ്റർ മാത്രം ദൂരത്തിലായിട്ട് ബൈ റോഡ് ഫ്രണ്ടേജ് ആയിട്ടാണ് നമ്മളിന്ന് കാണാൻ വന്നിരിക്കുന്ന വില്ലകൾ വന്നിട്ടുള്ളത്. 3ഓളം വീടുകളാണ് ഇവിടെ പണി പൂർത്തിയായിക്കൊണ്ടിരിക്കുന്നത്. കുരിക്കടന്നാണ് ഈ സ്ഥലത്തിന് പറയുന്ന പേര്. ബസ് സ്റ്റോപ്പിലേക്ക് 50 മീറ്റർ മാത്രമേ ദൂരമുള്ളൂ. എനിക്ക് പിറകിലായി കാണുന്ന ഈ വീട് വരുന്നത് 5 സെൻറ്റ് ലാൻഡ് ഏരിയയിൽ 2650 സ്ക്വയർ ഫീറ്റിൻ്റെ 4 BHK ആണ്. ഇനി നമുക്ക് ഈ വീടിൻ്റെ കൂടുതൽ ഡീറ്റെയിലേക്ക് പോകാം. വീതിയുള്ള ബൈ റോഡിൽ നിന്നും കയറി വരുന്നത് നമ്മുടെ പോർച്ചിലേക്ക് തന്നെയാണ്. സ്ലൈഡിംഗ് ഗേറ്റും ഫോൾഡിംഗ് ഗേറ്റും ആയിട്ടാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. 2 വലിയ വാഹനങ്ങൾ പാർക്ക് ചെയ്യാനുള്ള സ്പേസ് നമ്മുടെ പോർച്ചിനകത്ത് തന്നെയുണ്ട്. താഴെ ഇത് വരുന്നത് സ്റ്റോറേജ് സ്പേസ് ആണ്, അതായത് സെബ് ടാങ്കിൻ്റെ സ്റ്റോറേജ് സ്പേസ് ആണ്. 2000 ലിറ്ററിൻ്റെ സ്റ്റോറേജ് സ്പേസ് താഴെയുണ്ട്. അത് കൂടാതെ തന്നെ 2000 ലിറ്ററിൻ്റെ സ്റ്റോറേജ് സ്പേസ് മേലെയുണ്ട്. അങ്ങനെ ടോട്ടൽ 4000 ലിറ്ററിൻ്റെ സ്റ്റോറേജ് സ്പേസ് ആണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. വെൽ വാട്ടർ വേണമെന്നുണ്ടെങ്കിൽ അതിനുള്ള ഓപ്ഷനും നമുക്ക് ഇവിടെയുണ്ട്. അപ്പോൾ ഇനി നമ്മൾ നേരെ കിഴക്ക് വശത്തേക്ക് വരികയാണ്. ഈ ഭാഗമാണ് കിഴക്ക് വശം വരുന്നത്. വാട്ടർ മീറ്റർ വരുന്നുണ്ട്, നടക്കാനുള്ള സ്പേസ് കൊടുത്തിട്ടുണ്ട്. നേരെ ഫ്രണ്ടിലേക്ക് വരാം. ഈ കാണുന്ന 2 ബയോ കമ്പോസ്റ്റ് വേസ്റ്റ് ബിന്നാണ്. അപ്പോൾ നമുക്ക് ഫുഡ് വേസ്റ്റ് വരുന്നത് ഇതിലേക്ക് ഡംപ് ചെയ്യാവുന്നതാണ്. ഒന്ന് ഫില്ലായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മറ്റതിലേക്ക് ഡംപ് ചെയ്യാം. അത് കഴിയുമ്പോഴേക്കും ഇത് ഫ്രീ ആയിട്ടുണ്ടാവും. അപ്പോൾ ഇതെടുത്ത് നമുക്ക് ചെടിക്കും മറ്റുമൊക്കെ ആയിട്ട് യൂസ് ചെയ്യാവുന്നതാണ്. ഇനി നമുക്ക് കിഴക്ക് ഭാഗത്തേക്ക് നിന്നും നോർത്ത് സൈഡിലേക്ക് വരാം. നടക്കാനുള്ള സ്പേസ് കൊടുത്തിട്ടുണ്ട്. അപ്പം ഇവിടെ ഇനി മെറ്റൽ വിരിക്കാനും ഉണ്ട്. സൗത്ത് വെസ്റ്റ് കോർണറിലേക്കാണ് നമ്മൾ വരുന്നത്. ഇവിടെ പുല്ല് കൊടുത്തിരിക്കുകയാണ്, ബാമ്പു കൊടുത്തിട്ടുണ്ട്, ധാരാളം പ്ലാന്റ്സുകൾ വരുന്നുണ്ട്. ഇപ്പം ഒരു മരത്തെ പോലും നമ്മളിവിടെ വെറുതെ കട്ട് ചെയ്ത് കളഞ്ഞിട്ടില്ല. നല്ലൊരു കവുങ്ങാണ്, അതിനെയും നിലനിർത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ 2 കവുങ്ങ് ഇവിടെ നിലനിർത്തിയിട്ടാണ് ഇത് ചെയ്തിട്ടുള്ളത്. അപ്പം മരങ്ങളൊന്നും കളയാതെ തന്നെയാണ് ഈ വീട് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ധാരാളം പ്ലാന്റ്സ് കൊടുത്തിട്ടുണ്ട്. അതിന് വെള്ളം ഒഴിക്കുന്നതിന് വേണ്ടിയിട്ട് ടാപ്പ് പോയിൻ്റൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇനി വീടിൻ്റെ എലവേഷനിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ടൈലിൻ്റെ വർക്കാണ് ഫ്രണ്ടിൽ കൊടുത്തുള്ളത്. LED ലൈറ്റുകൾ വരുന്നുണ്ട്. അപ്പോൾ ഭംഗിയായിട്ട് എലവേഷൻ ഡിസൈൻ ചെയ്തിരിക്കുകയാണ്. കൂടാതെ 4 കോർണറിലും CCTV ക്യാമറയ്ക്കുള്ള ഓപ്ഷനും കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നേരെ വീടിനകത്തേക്ക് വരാം. സിറ്റൗട്ട്, സ്റ്റെപ്പ് എല്ലാം ചെയ്തിരിക്കുന്നത് ലെതർ ഫിനിഷ്ഡ് ഗ്രാനൈറ്റിലാണ്. 2 ചെയർ ഇടാനുള്ള സ്പേസ് കൊടുത്തിട്ടുണ്ട്. വീടിൻ്റെ ദർശനം വന്നിരിക്കുന്നത് ഈസ്റ്റിലേക്കാണ്. സിംഗിൾ ഡോറാണ് വന്നുള്ളത്. കൂടാതെ തന്നെ വിൻഡോസും കൂടി ചേർത്തിട്ടാണ് ഫ്രണ്ട് ഡോർ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഇതിൻ്റെ ലോക്ക് വന്നിരിക്കുന്നത് സ്മാർട്ട് ലോക്കാണ്. ഫിംഗർ പ്രിൻറ്റ് വയ്ക്കാവുന്നതാണ്. നമ്പർ ലോക്ക് ഉണ്ട്. അതുപോലെ തന്നെ കാർഡ് സ്വൈപ്പ് ചെയ്ത് നമുക്ക് കയറാവുന്നതാണ്. നേരെ നമുക്ക് അകത്തേക്ക് വരാം. അതിവിശാലമായുള്ളൊരു ലിവിങ് സ്പേസ് തന്നെയാണ്. ഇതിൻ്റെ ടൈൽ യൂസ് ചെയ്തിരിക്കുന്നത് കഞ്ചാരി എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെയാണ്. മാത്രമല്ല വലിപ്പമുള്ളൊരു കോർണർ സെറ്റ് ഇടാനുള്ള സ്പേസ് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ വിൻഡോസുകളെല്ലാം നല്ല വലിപ്പമുള്ള വിൻഡോസുകളാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഇത് വരുന്നത് സൗത്ത് സൈഡും ഇത് വരുന്നത് വെസ്റ്റ് സൈഡും. അപ്പോൾ സൗത്ത് വെസ്റ്റ് ഭാഗമായിട്ട് വരും. ഫാൾ സീലിംഗിൽ വലിയ ലൈറ്റുകൾ തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. വലിയൊരു TV ഹാങ് ചെയ്യാനുള്ള സ്പേസ് നമുക്ക് ഇവിടെയുണ്ട്. അപ്പോൾ എത്ര വലിയ TV ആണെങ്കിലും നമുക്കിവിടെ ഹാങ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നല്ല വലിപ്പമുള്ളൊരു ലിവിങ് സ്പേസ് നമുക്കിവിടെ കിട്ടുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ മരങ്ങൾ യൂസ് ചെയ്തിരിക്കുന്നത് നാടൻ മരങ്ങളായിട്ടുള്ള ആഞ്ഞിലി, പ്ലാവ് എന്നീ മരങ്ങളാണ് യൂസ് ചെയ്തിട്ടുള്ളത്. നേരെ നമ്മൾ ഇതിനെ ഡൈനിങ് ഏരിയയിലേക്ക് വരികയാണ്. അപ്പം ഡൈനിങ് ഏരിയയിലേക്ക് വരുമ്പോൾ തന്നെയാണ് ലിവിങ്ങിൽ നിന്നും ഡൈനിങ്ങിൽ നിന്നും കയറുന്ന എൻട്രൻസിനുമായിട്ട് ഒരു ഓപ്പൺ സ്പേസ് വരുന്നുണ്ട്. അത് ഫുള്ളായിട്ട് കവർ ചെയ്തിട്ടുണ്ട്. LED ലൈറ്റുകളും കൊടുത്തിട്ടുണ്ട്. നമ്മളിപ്പോൾ ഡൈനിങ് ഏരിയയിലാണ് നിൽക്കുന്നത്. അതിവിശാലമായിട്ടുള്ള ഡൈനിങ് ഏരിയ ആണ്. എത്ര വലിയ ടേബിളാണെങ്കിലും ഈസി ആയിട്ട് വീഴുന്ന രീതിയിൽ നല്ല സ്പേസ് നമുക്കിവിടെ ഉണ്ട്. മാത്രമല്ല ഒതുങ്ങി മാറിയിട്ടാണ് വാഷ് കൗണ്ടർ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഒരു നാനോ വൈറ്റ് ഗ്രാനൈറ്റിൻ്റെ മേലെയായിട്ട് വാഷ് ബേസിൻ പ്ലേസ് ചെയ്തിരിക്കുകയാണ്. പില്ലർ കോക്ക് വന്നിരിക്കുന്നത് ജാഗോറിൻ്റെയാണ്. ബാക്ക്ഗ്രൗണ്ടിലായിട്ട് നല്ലൊരു വർക്ക് വരുന്നുണ്ട്. സിലിണ്ടറിക്കൽ ലൈറ്റ് വരുന്നുണ്ട്. റൗണ്ട് ഷേപ്പിലുള്ള മിററാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ താഴെ സ്റ്റോറേജ് സ്പേസ് വരുന്നുണ്ട്. ഒരു ഭാഗത്ത് നല്ലൊരു പ്ലാന്റ്സും കൊടുത്തിട്ടുണ്ട്. അപ്പം ഈ ഭാഗം വരുന്നത് നോർത്ത് സൈഡാണ്. ഇനി നമ്മൾ നേരെ DB യൂണിറ്റിലേക്കാണ് വരുന്നത്. 3 ഫേസ് ലൈനാണ് വന്നുള്ളത്. L&Tയുടെ ഫിറ്റിങ്സ് യൂസ് ചെയ്തിട്ടുണ്ട്. നേരെ നമ്മൾ കിച്ചണിലേക്കാണ് പോകുന്നത്. കവേർഡ് കിച്ചനാണ്. കൂടാതെ തന്നെ ഒരു കൗണ്ടറും നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്.
ഇങ്ങനെയാണ് കിച്ചൻ്റെ ഡോറ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. വൈറ്റ് കളർ ആയതുകൊണ്ട് തന്നെ നല്ലൊരു ഫിനിഷിങ് നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. ഇവിടെ ആയിട്ട് നമുക്കൊരു കൗണ്ടർ കിട്ടുന്നുണ്ട്. ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടറായിട്ട് യൂസ് ചെയ്യുന്നതാണ്. നാനോ വൈറ്റ് ഗ്രാനൈറ്റ് ആണ് ടോപ്പിൽ കൊടുത്തുള്ളത്. സ്പോട്ട് ലൈറ്റും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇവിടെ ആയിട്ട് 2 ചെയർ ഇടാനുള്ള സ്പേസ് ഉണ്ട്. വലിപ്പമുള്ളൊരു കിച്ചൺ തന്നെയാണ്. കിച്ചൻ്റെ സ്ഥാനം വന്നിരിക്കുന്നത് നോർത്ത് ഈസ്റ്റ് കോർണറിലേക്കാണ്. ഈസ്റ്റിലേക്ക് നമുക്ക് ഫുഡും ഹോബും ഒക്കെ അറേഞ്ച് ചെയ്യാവുന്നതാണ്. വലിപ്പമുള്ള ജനലാണ് ഈസ്റ്റ് സൈഡിൽ കൊടുത്തുള്ളത്. ഒരു യു ഷേപ്പിലാണ് ഇതിൻ്റെ ഗ്രാനൈറ്റ് ഡിസൈൻ ചെയ്തത്. അതും നാനോ വൈറ്റ് ഗ്രാനൈറ്റ് തന്നെ കൊടുത്തിട്ടുണ്ട്. ധാരാളം സ്റ്റോറേജ് സ്പേസ് വരുന്നുണ്ട്. നല്ല ക്വാളിറ്റി ഉള്ള സിങ്ക് വരുന്നുണ്ട്. ടാപ്പുകളെല്ലാം സെറയുടെ എണ്ണ വന്നുള്ളത്. വശങ്ങളെല്ലാം ടൈൽ കൊടുത്തിരിക്കുകയാണ്. അതുപോലെ തന്നെ പവർ പോയിന്റുകളും കൊടുത്തിട്ടുണ്ട്. സ്വിച്ചസ് എടുത്ത് പറയേണ്ടത് തന്നെയാണ്. ഹെലാൻഡിയുടെ പ്രീമിയം സ്വിച്ചസ് തന്നെയാണ് യൂസ് ചെയ്തിട്ടുള്ളത്. വലിയൊരു ഫ്രിഡ്ജ് ആണെങ്കിൽ കൂടി നമുക്ക് ഇവിടെ പ്ലേസ് ചെയ്യാവുന്നതാണ്. ഇവിടെയായിട്ട് ഫ്രിഡ്ജിന് പോയിന്റും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ല വലിപ്പമുള്ള കിച്ചണാണ് നമുക്ക് കിട്ടിയുള്ളത്. കിച്ചൻ്റെ താഴെയാണെങ്കിലും 2x2 മാറ്റ് ടൈലാണ് കൊടുത്തിട്ടുള്ളത്. സീലിങ്ങിലായിട്ട് അതേ പാറ്റേണിലുള്ള ലൈറ്റ്. അപ്പം നല്ല വലിപ്പമുള്ള ലൈറ്റുകൾ തന്നെയാണ് മേലെ കൊടുത്തിട്ടുള്ളത്. ഇത് കൂടാതെ തന്നെ സ്പോട്ട് ലൈറ്റ് ആയിട്ട് മേലെ 2 ലൈറ്റും കൂടി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നേരെ അത് നമ്മൾ പാചകം ചെയ്യുന്ന ഭാഗത്തേക്ക് കിട്ടുന്ന രീതിയിലാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. പിന്നെ നമ്മൾ ഇതിൻ്റെ സെക്കൻഡ് പൊസിഷനിലേക്ക് വരികയാണ്. ഇവിടെയായിട്ട് നമുക്ക് വാഷിംഗ് മെഷീനോ അല്ലെങ്കിൽ നമുക്കൊരു ഡിഷ് വാഷറോ ഒക്കെ കൊടുക്കാനുള്ള സ്പേസ് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ പവർ പോയിന്റ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. ഇവിടെയായിട്ട് നല്ല ക്വാളിറ്റി ഉള്ള സിങ്ക് വരുന്നുണ്ട്. സ്ട്രെയിറ്റ് ആയിട്ടാണ് സ്ലാബ് കൊടുത്തിട്ടുള്ളത്. അതായത് മേലെ ഒട്ടിച്ചിരിക്കുന്നത് ഗ്രാനൈറ്റ് ആണ്. താഴെ സ്റ്റോറേജ് സ്പേസ് വരുന്നുണ്ട്. 2 ടാപ്പ് വരുന്നുണ്ട്. ഈ ഭാഗം വരുന്നത് നോർത്ത് സൈഡാണ്. ഇവിടെ വലിപ്പമുള്ള ജനൽ വന്നിട്ടുണ്ട്. 2 സൈഡിലും കൈയെത്തുന്ന ദൂരത്ത് കബോർഡുകളും കൊടുത്തിട്ടുണ്ട്. ഈസ്റ്റിലേക്ക് ഇറങ്ങാവുന്ന രീതിയിൽ ഇതിൻ്റെ ഡോറും വന്നിട്ടുണ്ട്. അപ്പോൾ 2 സെക്ഷനായിട്ടാണ് കിച്ചൺ കിട്ടിയിട്ടുള്ളത്. ഇനി നമ്മൾ നേരെ മാസ്റ്റർ ബെഡ്റൂമിലേക്കാണ് പോകുന്നത്. അത് വന്നിരിക്കുന്നത് നോർത്ത് വെസ്റ്റ് കോർണറിലാണ്. നേരെ മാസ്റ്റർ ബെഡ്റൂമിലേക്ക് വരാം. മാസ്റ്റർ ബെഡ്റൂമിൻ്റെ സൈസ് വന്നിരിക്കുന്നത് 14 അടി നീളവും 11 അടി വീതിയിലുമാണ്. ഇതാണ് വെസ്റ്റ് സൈഡ്. ഇത് സൗത്ത് സൈഡാണ്. ഫാൾ സീലിംഗിൽ ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. അപ്പം നേരെ നമ്മൾ ഇതിൻ്റെ ബാത്റൂമിലേക്കാണ് വരുന്നത്. ബാത്റൂമിലേക്ക് കയറുന്ന എൻട്രൻസിൽ ഒരു ഡ്രസ്സിംഗ് ടേബിൾ എന്നുള്ളൊരു സ്പേസ് കിട്ടിയിട്ടുണ്ട്. ഇനി ബാത്റൂമിലേക്ക് വരാം. വെറ്റ് ഡ്രൈ പ്രിൻസിപ്പിളാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. വാഷ് കൗണ്ടർ ഡിസൈൻ ചെയ്തിരിക്കുകയാണ്. സ്റ്റോറേജ് സ്പേസ് വരുന്നുണ്ട്. സെറയുടെ ഫിറ്റിംഗ്സ് ആണ്. മിറർ, ലൈറ്റ്. ഇവിടെയായിട്ട് വാൾ ഹാങ്ങിങ് ക്ലോസറ്റ് കൊടുത്തിട്ടുണ്ട്. കൺസീൽഡ് ഫ്ലഷ് ടാങ്ക് ആണ്. വാൾ ഹാങ്ങിങ് ക്ലോസറ്റ് വന്നിരിക്കുന്നത് സെറയുടെ ആണ്. ഫ്ലഷ് ടാങ്ക് വന്നിരിക്കുന്നത് ഗബ്രിറ്റ് എന്ന് പറഞ്ഞ കമ്പനിയുടെയാണ്. ഇവിടെയായിട്ടാണ് ഡൈവേർട്ടർ വന്നുള്ളത്. അത് സെറയുടെ ആണ്. റെയിൻ ഷവർ വന്നിട്ടുണ്ട്. അപ്പം പാർട്ടീഷൻ ചെയ്യാവുന്ന രീതിയിലാണ് ഇത് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. നല്ലൊരു ഫൈബർ ഡോറ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ മാസ്റ്റർ ബെഡ്റൂം കണ്ടു കഴിഞ്ഞു. ഇനി നമ്മൾ നേരെ അപ്പർ ലിവിങ്ങിലേക്കാണ് പോകുന്നത്. സ്റ്റെയറിനടിയിലായിട്ട് ഇൻവേർട്ടറിനുള്ളൊരു ഓപ്ഷനും കൊടുത്തിട്ടുണ്ട്. നേരെ മേലേക്ക് കയറാം. ലെപ്പോത്ര എന്ന് പറഞ്ഞൊരു ഗ്രാനൈറ്റ് ആണ് സ്റ്റെപ്പിന് കൊടുത്തിട്ടുള്ളത്. റൈറ്റ് സൈഡിലാണ് ഹാൻഡിൽ വരുന്നത്. ടീ ക്യൂഡിൽ ടഫ് ആൻഡ് ഗ്ലാസ് ആണ്. മേലേക്ക് കയറാം. കയറുന്ന ഈ ഭാഗം വരുന്നത് നോർത്ത് സൈഡാണ്. ഓരോ പാളി ജനൽ വീതമാണ് വന്നുള്ളത്. വിശാലമായുള്ളൊരു അപ്പർ ലിവിങ് സ്പേസ് കിട്ടിയിട്ടുണ്ട്. താഴെയുള്ളത് നമുക്ക് ഗസ്റ്റ് ലിവിംഗ് ആയിട്ട് യൂസ് ചെയ്യാം. മേലെ നമുക്ക് ഫാമിലി ലിവിംഗ് ആയിട്ടും യൂസ് ചെയ്യാവുന്ന രീതിയിലാണ് ഇത് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഇവിടെ ആയിട്ട് ടി വി യൂണിറ്റിനുള്ള സ്പേസും ഉണ്ട്. വലിയൊരു ടി വി നമുക്ക് ഇവിടെയും ഹാങ് ചെയ്യാവുന്നതാണ്. പവർ പോയിന്റ് കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. ഫാൾ സീലിങ്ങിലാണ് LED ലൈറ്റുകളൊക്കെ കൊടുത്തിട്ടുള്ളത്. നേരെ ബെഡ്റൂമിലേക്ക് തന്നെ വരാം. 14 അടി നീളവും 11 അടി വീതിയുള്ള ബെഡ്റൂമാണ്. നോർത്ത് വെസ്റ്റ് കോർണറിലാണ് ഈ ബെഡ്റൂം വന്നുള്ളത്. ഫാൾ സീലിങ്ങിൽ LED ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ബാത്റൂം ഒന്ന് ചെക്ക് ചെയ്യാം. ഡ്രസ്സിംഗ് ടേബിളിനുള്ള സ്പേസ് നമുക്ക് ഇവിടെയും കിട്ടുന്നുണ്ട്. ബാത്റൂമിലേക്ക് വരാം. വാഷ് കൗണ്ടർ ഡിസൈൻ ചെയ്തിരിക്കുകയാണ്. വാൾ ഹാങ് ക്ലോസറ്റ്, കൺസീൽഡ് ഫ്ലഷ് ടാങ്ക്, ഡൈവേർട്ടർ, റെയിൻ ഷവർ എല്ലാം ഭംഗിയായിട്ട് പ്ലേസ് ചെയ്തിട്ടുണ്ട്. ഓരോ ഭാഗത്ത് വന്നിരിക്കുന്ന ടൈലിൻ്റെ കളർ പാറ്റേണും ഭംഗിയാണ്. അതായത് വാൾ ഹാങ്ങിങ് ക്ലോസറ്റ് വന്നിരിക്കുന്ന ടൈലിന് വേറൊരു കളർ കൊടുത്തിട്ടുണ്ട്. അതുകൂടാതെ തന്നെ ഷവർ ഏരിയ വരുന്ന ഒരു ഭാഗത്തും വേറൊരു കളർ കൊടുക്കാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. താഴെ മാറ്റ് ടൈലും ഭിത്തി ഗ്ലോസിയാണ് കൊടുത്തുള്ളത്. ഇനി നമ്മളിതിൻ്റെ 3ാമത്തെ ബെഡ്റൂമിലേക്കാണ് പോകുന്നത്. മൂന്നാമത്തെ ബെഡ്റൂം വന്നിരിക്കുന്നത് സൗത്ത് വെസ്റ്റ് കോർണറിലാണ്. അതായത് തെക്ക് പടിഞ്ഞാറ് വശമായിട്ട് വരും. ഇതാണ് തെക്ക് വശം, ഇത് പടിഞ്ഞാറ് വശമാണ്. ഫാൾ സീലിംഗ് LED ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ നീളം വരുന്നത് 13 അടി നീളവും 11 അടി വീതിയിലുമാണ്. ഇവിടെയായിട്ട് നമുക്ക് വലിപ്പമുള്ളൊരു കബോർഡ് കൊടുക്കാനുള്ള സ്പേസോട് കൂടി തന്നെയാണ് ഇത് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഇനി നമുക്ക് ഇതിൻ്റെ ബാത്റൂം ഒന്ന് ചെക്ക് ചെയ്യാം.
നല്ലൊരു വാഷ് കൗണ്ടർ ഡിസൈൻ ചെയ്തിരിക്കുകയാണ്. മിറർ, LED ലൈറ്റുകൾ, വാൾ ഹാങ്ങിങ് ക്ലോസറ്റ്, കൺസീൽഡ് ഫ്ലഷ് ടാങ്ക്, ഡൈവർട്ടർ, റെയിൻ ഷവർ, ഹീറ്റിൻ്റെ പോയിന്റ് എല്ലാം ഭംഗിയായിട്ട് പ്ലേസ് ചെയ്തിട്ടുണ്ട്. ഫൈബർ ഡോർ തന്നെയാണ് ഇതിന് വന്നുള്ളത്. നമ്മളിനി ഈ വീടിൻ്റെ 4ാമത്തെ ബെഡ്റൂമിലേക്കാണ് പോകുന്നത്. ഇത് നമ്മൾ വന്നിരിക്കുന്നത് 4ാമത്തെ ബെഡ്റൂമിലാണ്. അതും മാസ്റ്റർ ബെഡ്റൂം തന്നെയാണ്. ഏകദേശം ഒരു 13 അടി നീളവും 12 അടി വീതിയും വന്നിട്ടുണ്ട്. ഇതാണ് ഈസ്റ്റ് സൈഡ്. ഈസ്റ്റ് സൈഡിൽ ഒരു കളർ പാറ്റേൺ മാറ്റം വന്നിട്ടുണ്ട്. AC പോയിന്റ് കൊടുത്തിട്ടുണ്ട്. LED ലൈറ്റുകൾ വരുന്നുണ്ട്. ഇത് സൗത്ത് സൈഡ്, ഇത് ഈസ്റ്റ് സൈഡ്. അപ്പം സൗത്ത് ഈസ്റ്റ് കോർണറിലാണ് ഈ ബെഡ്റൂം വന്നുള്ളത്. നമുക്കിനി ഇതിൻ്റെ ബാത്റൂം ഒന്ന് നോക്കാം. ഇവിടെയും ഡ്രസ്സിംഗ് ടേബിളിനുള്ളൊരു സ്പേസ് നമുക്കിവിടെ കിട്ടുന്നുണ്ട്. ബാത്റൂം വന്നിരിക്കുന്നത് വെറ്റ് ഡ്രൈയിൽ തന്നെയാണ്. വാഷ് കൗണ്ടർ, മിറർ, ലൈറ്റ്, വാൾ ഹാങ്ങിങ് ക്ലോസറ്റ്, കൺസീൽഡ് ഫ്ലഷ് ടാങ്ക്, ഡൈവർട്ടർ, റെയിൻ ഷവർ, ഹീറ്ററിൻ്റെ പോയിന്റ്, എക്സോസ്റ്റ് എല്ലാം ഭംഗിയായിട്ട് പ്ലേസ് ചെയ്തിട്ടുണ്ട്. താഴത്തെ ടൈല് മാറ്റ് ആണെങ്കിൽ ഭിത്തി ഗ്ലോസിയാണ്. പിന്നെ നമ്മൾ ഇതിൻ്റെ ബാൽക്കണിയിലേക്കാണ് വരുന്നത്. ബാൽക്കണി വന്നിരിക്കുന്നത് 2 സെക്ഷനായിട്ടാണ്. ഒന്ന് ഓപ്പൺ ബാൽക്കണി ആണെന്നുണ്ടെങ്കിൽ ഒന്ന് കവേർഡ് ബാൽക്കണിയാണ്. കവേർഡ് ബാൽക്കണിയുടെ എൻട്രൻസ് വന്നിരിക്കുന്നത് ലിവിങ് സ്പേസിൽ നിന്നാണ്. ഇങ്ങനെ നമുക്ക് കവേർഡ് ബാൽക്കണി കിട്ടിയിട്ടുണ്ട്. താഴെ കൊടുത്തിരിക്കുന്ന ടൈല് സെയിം ടൈൽ പാറ്റേൺ തന്നെ കൊടുത്തിട്ടുണ്ട്. ഫ്രണ്ടിൽ സ്റ്റീലിൻ്റെ ഹാൻഡിൽ ടഫൻഡ് ഗ്ലാസ് വരുന്നുണ്ട്. വശങ്ങളെല്ലാം ചെടി വയ്ക്കുന്നതിന് വേണ്ടിയിട്ട് ഭംഗിയായിട്ട് കവർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നല്ല കവേർഡ് ആയിട്ടുള്ളൊരു ബാൽക്കണി നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. അതുകൂടാതെ തന്നെ ഓപ്പൺ ബാൽക്കണി കാണാം. ധാരാളം സ്പേസ് ഉണ്ട് ഓപ്പൺ ബാൽക്കണിക്ക്. ഫ്രണ്ടിൽ സ്റ്റീലിൻ്റെ ഹാൻഡിൽ വരുന്നുണ്ട്, ടഫൻഡ് ഗ്ലാസ് വരുന്നുണ്ട്. അതുകൂടാതെ ഫ്രണ്ടിലും സ്പേസ് ധാരാളം ഉണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ധാരാളം ചെടികളൊക്കെ വെച്ചിട്ട് ഈ എലവേഷൻ്റെ ഭംഗി കുറച്ചും കൂടി ഭംഗിയാക്കാവുന്നതാണ്. ഇനി നമ്മൾ നേരെ ഓപ്പൺ ടെറസയിലേക്ക് പോകുന്ന ഭാഗത്തേക്ക് വരാം. ഓപ്പൺ ടെറസയിലേക്ക് കയറുന്ന ഭാഗമാണ്. എല്ലാം ടീ കൂട്ടിൽ തന്നെയാണ് ഇതിൻ്റെ ഹാൻഡിൽ വന്നുള്ളത്. ടഫൻഡ് ഗ്ലാസും തന്നെ കൊടുത്തിട്ടുണ്ട്. വിശാലമായിട്ടുള്ളൊരു ഓപ്പൺ ടെറസ് ഏരിയയാണ്. ടാങ്ക് വന്നിരിക്കുന്നത് ഇതിന് മേലെയാണ്. അതുകൊണ്ട് തന്നെ ലൈനിലേക്ക് നല്ല പ്രഷർ ഉണ്ടാവുകയും ചെയ്യും. ഇത് ഡ്രസ് വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ സ്പേസും കൂടി നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ മനോഹരമായുള്ളൊരു വീടിൻ്റെ കാഴ്ചയാണ് നമ്മളിപ്പോൾ കണ്ടു കഴിഞ്ഞത്. നമുക്കിനി ഇതിൻ്റെ ഡീറ്റെയിലേക്ക് പോകാം. തൃപ്പൂണിത്തുറയ്ക്ക് അടുത്തായിട്ട് ബൈ റോഡ് ഫ്രണ്ടേജ് ആയിട്ട് 5 സെൻറ്റ് ലാൻഡ് ഏരിയയിൽ 2650 സ്ക്വയർ ഫീറ്റിൻ്റെ 3 BHK ആണ്. ക്വാളിറ്റിയിൽ ഒരു വിട്ടുവീഴ്ചയും ചെയ്യാത്ത രീതിയിലാണ് വീട് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. കോളം ബീമിൽ തന്നെയാണ് ഇതിൻ്റെ സ്ട്രക്ചർ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിന് ചോദിക്കുന്ന റേറ്റ് 1,35 ലക്ഷം രൂപയാണ്. അതും ചോദിക്കുന്ന റേറ്റാണ്. വില നെഗോഷ്യബിൾ ആണ്. എല്ലാ ബാങ്കിൽ നിന്നും ലോൺ സൗകര്യവും അവൈലബിൾ ആണ്. ഈ വീടിൻ്റെ വീഡിയോ കണ്ട് ഇഷ്ടമാവുകയാണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഈ വീടിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസിനായിട്ട് താഴെ കാണുന്ന നമ്പറിൽ ഒരു മടിയും കൂടാതെ കോൺടാക്റ്റ് ചെയ്യുക. നല്ല വീഡിയോസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.